ഹലോ, എല്ലാവർക്കും 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 27ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്ന പാക്ക് എന്ന് പറയുന്നത് 25ാമത്തെ ദിവസം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത ആ ഒരു സെയിം പാക്ക് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഹെയർ പാക്കിൻ്റെ കാര്യങ്ങളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെ ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ടതെന്ന്. അല്ലാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് മുൻപേ ഉള്ള വീഡിയോയിൽ ആ ഒരു പാക്കിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതേ സെയിം പാക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു ദിവസവും യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ചേർത്തിട്ടുള്ള നമ്മുടെ ആ ഒരു തേങ്ങാപ്പാലും ലെമണും ഒക്കെ നമ്മുടെ മുടിക്ക് നല്ലൊരു തണുപ്പ്, അതായത് നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് തണുപ്പിക്കാൻ സഹായിക്കും. നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ സ്കാൽപ്പിലുള്ള ഇഷ്യൂസൊക്കെ മാറ്റും. നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകാൻ സഹായിക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു പാക്ക് നമ്മുടെ മുടിക്ക് നൽകുന്നുണ്ട്. സോ ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെയും പാക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു പാക്ക് ഓരോരോ വകച്ചിലുകളായിട്ട് എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാക്ക് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് നൈറ്റാണ് കേട്ടോ. നൈറ്റ് ഒരു 9 മണിക്കൊക്കെയാണ്. പകൽ സമയം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ലേറ്റായിപ്പോയി. അങ്ങനെ രാത്രി 9 മണിക്കാണ് കേട്ടോ ഈ ഒരു പാക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് നൈറ്റ് അങ്ങനെ പാക്കൊന്നും ഇട്ടാൽ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ, നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റാണ് ഇനി സമയം കിട്ടുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാക്കോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നൈറ്റിൽ യൂസ് ചെയ്യണതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് വേണമെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടണമെന്ന് വെച്ചാൽ ആ ഒരു സമയം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പകൽ സമയം പുറത്ത് പോയിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ മുടിയിൽ അത്യാവശ്യം ജടയുണ്ട്, നല്ലോണം ജടയുണ്ട്. ഇപ്പം ഞാൻ മുടിയിൽ ഓരോ സെക്ഷൻസായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലോണം ജട കെട്ടിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു ജടയൊക്കെ കളഞ്ഞിട്ട് പാക്ക് അപ്ലൈ ചെയ്യാൻ നിന്നാൽ ഒത്തിരി സമയമാകും കേട്ടോ. അപ്പോൾ പാതിരാത്രിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇപ്പോൾ ജടയൊന്നും കളയാണ്ട് തന്നെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് മുടി എടുത്തിട്ട് വേണം കേട്ടോ ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മുടി കുറേ നമുക്ക് നഷ്ടമായി പോകും. ഇങ്ങനെ കൂട്ടുകൂടി ഇരുന്നിട്ട് നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ. അപ്പോൾ നൈറ്റ് ഓയിൽ, അതായത് തലേദിവസം നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. അല്ലാത്തവരാണെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ വളരെ കുറച്ച് ഓയിൽ മാത്രം നമുക്ക് സ്കാൽപ്പിൽ മുടിയുടെ ലെങ്ത്തിലേക്കും അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ശേഷം വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് മുടിയിൽ ജടയൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഏതെങ്കിലും ഒരു നേരം അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചലഞ്ചിൻ്റെ ഡേ 1 തൊട്ട് കാണും. എന്നെങ്കിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ദിവസവും ഫോളോ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആ ഒരു ഡേ 1 തൊട്ട് കാണണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് അറിയാനും പറ്റുന്നത് കേട്ടോ.
അപ്പോൾ ഈ ഒരു പാക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പാക്ക് നമ്മൾ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് ഓയിലി ആക്കുന്നതാണ്, മുടിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആൻഡ് സ്മൂത്തനാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലി സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് താളിപ്പൊടി എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അതായത് മുടി നന്നായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ. ഈ ഒരു പാക്ക് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ ഓയിലി ടൈപ്പ് ഓഫ് ഹെയർ ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഡ്രൈ ഹെയറുകാർക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഹെയർ പാക്കാണിത്. നിങ്ങളുടെ മുടിയെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനും നന്നായിട്ടൊന്ന് മാനേജബിൾ ആക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡ്രൈ ഹെയറുകാർക്ക് നിങ്ങളുടെ മുടിയുടെ ലെങ്തിലേക്കും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എപ്പോഴും പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് മുടിയിൽ ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ നല്ലോണം കിട്ടുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂടാതെ ഏറ്റവും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു നെറ്റ് കയറുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മൾ എടുക്കുന്ന എല്ലാ പാക്കുകളും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു സ്ഥലത്തൊക്കെയാണ്. അതായത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ മുടി പോയ സ്ഥലത്തൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് തന്നെ ഇപ്പം നന്നായിട്ട് ചെറുതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഫ്രണ്ട് പോർഷനിൽ എനിക്ക് പോയ സ്ഥലത്തേക്ക് ചെറുതായിട്ട് കുഞ്ഞു മുടികൾ കിളിർത്ത് വരുന്നത്. അപ്പോൾ ചലഞ്ച് എടുക്കുന്ന ആൾക്കാരും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും ആ ഒരു മാറ്റങ്ങൾ. ചെറിയ മുടികളൊക്കെ നമുക്ക് വന്നു തുടങ്ങും കേട്ടോ പതിയെ. പെട്ടെന്ന് ഒരു വിസിബിൾ റിസൾട്ട് പെട്ടെന്ന് അങ്ങനെ കാണത്തില്ല, എന്നാലും നമുക്ക് പതിയെ അതിൻ്റെ ആ ഒരു ചേഞ്ച് മനസ്സിലായി തുടങ്ങും. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. എല്ലാ പാക്കുകളും നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഈ ഒരു പാക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ കൂളായിട്ടിരുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നന്നായിട്ട് ഇരുന്നിട്ട് വേണം ഈ ഒരു പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡൊക്കെ ഒന്ന് കൂളാവുന്ന പോലെ, അതായത് നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ കുറേയേറെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനും നന്നായിട്ട് ഉറങ്ങാനും ഒക്കെ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടി മേലെ കെട്ടിവെക്കുകയാണ്. ഒരു 30 മിനിറ്റ്സ് ടു 1 അവർ വരെ നമുക്ക് വെച്ചേക്കാം. അതിന് ശേഷം നമുക്ക് പ്ലെയിൻ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇനി ഒത്തിരി ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പുള്ള, അതായത് ആ ഓയിലി ടൈപ്പ് മുടിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു അല്ലെങ്കിൽ താളിപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും